ചേട്ടാ ചേച്ചിയുടെ ഫോട്ടോ കാണിക്കേ. ഏയ് ചേട്ടാ പ്ലീസ് കാണിക്ക്. ശരി, ആരും കളിയാക്കില്ലെങ്കിൽ കാണിച്ചു തരാം. ഇല്ല ഇല്ല ഇല്ല, ആരും കളിയാക്കില്ല. പ്ലീസ് ഒന്ന് കാണിക്ക് ചേട്ടാ. ഇവളുടെ ഒരു കാര്യം. ഇങ്ങതാ. എന്താ ഇത്? വാൾപേപ്പർ പോലും മാറിപ്പോയല്ലോ. നീ എന്താ ഇത്ര നേരം നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഞങ്ങൾക്കും ഒന്ന് കാണണ്ടേ? മതി ഇങ്ങത്താ. ഇങ്ങോട്ട് തന്നെ. ത്രിലോക സുന്ദരിയല്ല ചേട്ടന്റെ പെണ്ണ്. ഇതൊക്കെ മതി. നീ ഒന്ന് മിണ്ടാതിരുന്നേ. കാണാൻ നല്ല ഭംഗിയുണ്ട്. നിങ്ങൾ സൂപ്പർ ജോഡിയായിരിക്കും. ഹലോ ഹലോ, എനിക്ക് ഫോട്ടോ കണ്ടിട്ടൊന്നും മതിയായില്ല. എനിക്ക് ആളോട് സംസാരിച്ചേ പറ്റൂ. കോൾ ചെയ്തിട്ട് തന്നെ. എന്ത് കോൾ ചെയ്യണോന്നോ? അതൊന്നും പറ്റില്ല. നീ ആവശ്യമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞാലോ? ചേട്ടന്റെ ഭാവി വധുവിന്റെ നമ്പർ കിട്ടുന്നത് എനിക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. ചേട്ടനായിട്ട് കോള് വിളിച്ച് തന്നാൽ ഞാൻ ജസ്റ്റ് സംസാരിച്ച് പെട്ടെന്ന് വെച്ചോളാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് നല്ല പാര അയ്യോ, വയ്ക്കും. നീ ചിലപ്പോ അത് ചെയ്യും. ഞാനിപ്പോ നിനക്ക് കോൾ ചെയ്ത് തരാം. എന്താ പറ്റി ചേട്ടാ? റിങ് ചെയ്യുന്നേ ഉള്ളൂ, നിക്ക്. ആദ്യ ഫോൺ റിംഗ് ചെയ്യുന്നു, എടുത്ത് സംസാരിക്കേ. ഞാനത് റിങ് ചെയ്യുന്നത് കേട്ടു ചേട്ടാ. ഇപ്പൊ അത് റിസീവ് ചെയ്യാൻ പറ്റില്ല. ഏയ് സിദ്ധാർത്ഥ വിളിക്കുന്നേ, സംസാരിക്കേ. ആ കോളങ്ങെടുത്ത് സംസാരിക്കേട്ടാ. ഞാനൊരു കാര്യം ചെയ്യല്ലേ. ഹലോ. ഏയ് നിക്ക്, ഫോണ് കൊണ്ടുപോവല്ലേ? മിണ്ടാതെ നിക്ക് ചേട്ടാ. ഏയ് ഇങ്ങ് താ. ഏയ്. ഹലോ, ആദിയില്ലേ? ആദ്യ കുറച്ച് ബിസിയാണ്, സോ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഓ അങ്ങനെയാണോ? ആദ്യ വരുന്നത് വരെ നമുക്ക് സംസാരിക്കാം. ഇതാരാ സംസാരിക്കുന്നേ? ആദിയുടെ ചേട്ടനാണോ? നിങ്ങളാരാ? എന്തിനാ എന്നെ വെറുതെ ചോദ്യം ചെയ്യുന്നത്? ആദ്യം ഫ്രീ ആവുമ്പോ വിളിച്ചോളൂ. ഹലോ, ഞങ്ങള് പയ്യൻ വീട്ടുകാരാ. നിങ്ങൾ കേട്ടാ മതി, ഒന്നും തന്നെ തിരിച്ചു പറയാൻ പാടില്ല. അല്ല, നിങ്ങൾക്ക് നിങ്ങൾ ആരാന്ന് പോലും അറിയില്ലേ? അതിനു ഇനി ആദ്യം തന്നെ വരണമെന്നാണോ? ആരായി സംസാരിക്കുന്നത്? ഇതെന്താ കുട്ടികളിയാണോ? ഹലോ ആദ്യ, ഞാനിപ്പോ എന്റെ കുഞ്ഞമ്മയുടെ വീട്ടിലാ. എന്റെ അനിയത്തിമാർക്ക് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതിനാ ഞാൻ വിളിച്ചത്. ഓ അങ്ങനെയാണോ? അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ശരി, കൊടുക്ക്. ആ ഇപ്പൊ കൊടുക്കാം. ഹലോ നാത്തൂനെ, ഞാൻ അമൂല്യ സംസാരിക്കുന്നേ. സുഖല്ലേ? ഞങ്ങളുടെ ചേട്ടൻ ആദ്യാന്ന് ജപിച്ചുകൊണ്ടേയിരിക്ക. സുഖമായിട്ടിരിക്കുന്ന അമൂല്യ. നിങ്ങളുടെ ചേട്ടൻ നിങ്ങളെ കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ സുഖമാണോ? നാത്തൂനെ, ചേട്ടനെ ഞങ്ങൾ ശല്യം ചെയ്തതിന് ഞങ്ങളോടൊന്നും തോന്നരുത് കേട്ടോ. ഏയ് ഒരിക്കലും ഇല്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളോട് സംസാരിച്ചില്ലെങ്കിൽ സന്തോഷമേ ഉള്ളൂ. പിന്നെ നാത്തൂനെ, ആദ്യം ഒരാള് സംസാരിച്ചില്ലേ, ആ ആൾക്കൊന്ന് ഫോണ് കൊടുക്കോ? എന്താ ചേട്ടനോ? അയ്യോ, ഒന്ന് കൊടുക്ക് നാത്തൂനെ. ചേട്ടനെ പിടിച്ച് ഞാൻ തിന്നൊന്നുമില്ല. ഹലോ. എന്തുപറ്റി? സംസാരിക്കാൻ തന്നെ ഒരുപാട് ആലോചിക്കുന്നുണ്ടല്ലോ. എന്നോട് സംസാരിക്കാൻ ചേട്ടൻ എന്താ പേടിയാണോ? അതിനാർക്കാ ഇവിടെ പേടി? നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ എന്തിനാ പേടിക്കുന്നേ? അതൊക്കെ പോട്ടെ, നാത്തൂന്റെ ചേട്ടനെ കാണാനും നാത്തൂനെ പോലെ തന്നെ നല്ല ഭംഗിയാണോ? ഫുൾ ഹാൻസം ആണോ? നിങ്ങൾ ഒരുപാട് പേടിക്കണ്ട കേട്ടോ. എപ്പോഴും ഞങ്ങളെ പോലെ തന്നെ അടിപൊളിയായിരിക്കണം കേട്ടോ. അമൂല്യ, കളിയാക്കിയതൊക്കെ മതി. എന്റെ കൈ ഫോൺ കൊടുത്തേ. എന്താ മതിയായോ? ഹലോ ആദ്യ, ഞാൻ തന്നെ സംസാരിക്കുന്നത്. എന്നിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊക്കെ ഒരുപാടുണ്ട്, പക്ഷെ അത് പറയാൻ സമയമില്ല.
നാളെ എല്ലാവരും കൂടെ അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. സോ എനിക്ക് റെഡി ആവാനുണ്ട്. ഓക്കെ ബൈ. ഹലോ, ഏയ് ആദ്യ 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 ആ പറഞ്ഞത് ഇവളുടെ ഒരു കാര്യം. എന്ത് പറ്റി ചേട്ടാ? കട്ടായി പോയോ? കഷ്ടായി പോയല്ലേ? പാവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. അയ്യോ, സാരമില്ല. ഓ ചേട്ടത്തി, സുഖം തന്നെയല്ലേ? ആ സുഖായിരിക്കുന്നു. നിങ്ങൾക്ക് സുഖല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. അവിടെ ഇരിക്കുന്നേ. അപ്പോ കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെ എത്തി? ഞാൻ ആ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരുന്നു. ഇത്രയും സമയം അങ്ങ് പോയത് ഞങ്ങള് തന്നെ അറിഞ്ഞില്ല. ആഹാ, ആ, ആ. സിദ്ധാർത്ഥ എവിടെ? ഇവിടെ ഉള്ള പിള്ളേരെല്ലാം കൂടി നോക്ക്, അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുക. ഒന്ന് മിണ്ടാതിരിക്ക്. മതി, മതിയെന്ന്. ഒന്ന് നിർത്ത്. ഒന്ന് നിർത്ത് എന്താ? പിള്ളേരെ. എന്തേ പിള്ളേരെ വാ മോനെ സിദ്ധാർത്ഥ, ആയിരിക്കും. കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മളെയൊന്നും മറക്കരുത് കേട്ടോ. കൊച്ചച്ച, കല്യാണത്തിന് ഇനി അധികം ദിവസമൊന്നുമില്ല. അതുകൊണ്ട് 4 ദിവസം മുമ്പ് തന്നെ എല്ലാരും എത്തണം. അതേ മണികണ്ട, നിങ്ങൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് 4 ആനയുടെ ബലം ഉള്ളത് പോലെയാ. അയ്യോ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് തന്നെ അറിയാലോ, എനിക്ക് അത്തരം ദിവസമൊന്നും ലീവ് കിട്ടില്ല. കല്യാണത്തിന്റെ ഒന്ന് ഉറപ്പായിട്ട് വന്നേക്കാം. ശരി ആയിക്കോട്ടെ. എന്തായാലും പ്രമീളയും മക്കളെയും നേരത്തെ തന്നെ അങ്ങോട്ട് അയക്കണം. അതിനെന്താ, നിങ്ങൾ കൊണ്ടുപോയിക്കോ. ഇവരെല്ലാം കല്യാണത്തിന് വരാനായിട്ട് ഒറ്റക്കാലിൽ നിൽക്കുക. പ്രമീളെ, എന്താ പെട്ടെന്ന് നിന്റെ മുഖം മാടിയേ? എന്താ പറ്റിയേ? ചേട്ടത്തി, ഞങ്ങളുടെ വീട്ടിലും കല്യാണപ്രായമായ പെൺകുട്ടികളുണ്ട്. ഇവൾക്ക് എപ്പോഴും അത് മാത്രമാണ് ചിന്ത. അതാണോ പ്രമീളെ? അത് മാത്രാണോ നിനക്കിപ്പോ ചിന്ത? അതെ ചേച്ചി, ഇവരുടെ കഴുത്തില് എന്ന് താലി വീണ് കാണുമെന്ന എന്റെ ചിന്ത. വല്യമ്മേ, എന്ത് കാര്യം പറഞ്ഞാലും അമ്മ ലാസ്റ്റ് ഈ കാര്യമേ പറയുള്ളൂ. അപ്പൊ കല്യാണക്കാര്യം പറയുമ്പോ വിട്ടു തരുമെന്ന് തോന്നുന്നുണ്ടോ? പ്രമീളെ, നിങ്ങൾ എല്ലാവരും 4 ദിവസം മുന്നേ വരണമെന്ന് പറഞ്ഞത് ഇതിനു വേണ്ടി തന്നെയാ. ഇത് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണ. അതുകൊണ്ട് എല്ലാ ബന്ധുക്കളെയും ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വരുന്ന ആർക്കെങ്കിലും ആരതിയെ അമൂല്യം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാലോ? അങ്ങനെ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടാ തന്നെ അപ്പൊ തന്നെ പിടിച്ചങ്ങ് താലി കെട്ടിക്കണം. എന്താ അതുപോലെ പ്രമി? ശരി ചേച്ചി. അമ്മേ, ആരതിയുടെ കാര്യം ശരിയാ. പക്ഷെ ഈ വായാടി അമൂല്യയുടെ കാര്യമോ? ഇവളെ കെട്ടുന്ന ആരായാലും ഫിനിഷ്. എന്തോ പിള്ളേരെ ഒന്ന് അടങ്ങാൻ. വരൂ പ്രമീളേച്ചി, വരൂ അമൂല്യ. എന്താ ചേച്ചി, കുറെ നാളായിട്ട് ഇങ്ങോട്ടേക്കൊന്നും കാണുന്നേ ഇല്ലല്ലോ. നിനക്കറിയില്ലേ സാവിത്രി, എന്റെ ചേച്ചിയുടെ മകന്റെ കല്യാണമാണ്. മാത്രമല്ല കാറ്ററിംഗിന്റെ ജോലി വേറെ. അതുകൊണ്ടാ ഇങ്ങോട്ട് വരാത്തത്. അങ്ങനെയാണോ? ഇപ്പൊ എന്താ വന്നേ? അത് പിന്നെ സാവിത്രി, ഞാൻ പറഞ്ഞിരുന്നല്ലോ, എന്റെ ചേച്ചിയുടെ മകന്റെ കല്യാണം തീരുമാനിച്ചിരിക്കുകയാണ്. വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ ശുഭകാര്യമാണിത്. ബന്ധുക്കളെ ആണെങ്കിൽ ഒരാളെ പോലും വിടാതെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ടെന്നാ ചേച്ചി പറഞ്ഞത്. കല്യാണത്തിന് വരുന്ന ബന്ധുക്കളിൽ നമ്മുടെ ആരതിക്കും അമൂല്യക്കും ഏതെങ്കിലും നല്ലൊരു ആലോചന കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായേനെ. അത് സത്യ. അത് ശരിയാ. എന്റെ പെൺമക്കളെ വെറും കഴുത്തോടുകൂടി കൊണ്ടുപോയാൽ മറ്റൊരു കല്യാണത്തിന് തന്നെ ഇങ്ങനെ വരുന്നവർ സ്വന്തം കല്യാണത്തിന് തന്നെ സ്വർണം ഇടുവോന്ന് ആരെങ്കിലും പറയില്ലേ? വരുന്ന ആലോചന തന്നെ മുടങ്ങിപ്പോയാലോ? അതുകൊണ്ട് നിന്റെ കയ്യിലുള്ള 2 മാല എനിക്ക് തരുവാണെങ്കിൽ നമ്മുടെ ആരതിയുടെ അമൂല്യയുടെ കഴുത്തിലിട്ട് എനിക്ക് കൊണ്ടുപോയിരുന്നു. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ, അതായത് പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഇവിടെ കൊണ്ടുതരാം. ചേച്ചി ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ചോദിച്ചതിന് പകരം കഴിഞ്ഞ മാസം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായും തന്നേന്. അത് ഇന്നുണ്ടല്ലോ ചേച്ചി, എന്റെ ഭർത്താവിന് പുതിയ ക്യാൻറ്റീൻ തുടങ്ങാൻ വേണ്ടി പറ്റിയൊരു സ്ഥലം കിട്ടിയെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ല, നിന്റെ സ്വർണം എന്തായാലും തന്നേ പറ്റൂന്ന് അദ്ദേഹം പറഞ്ഞു.
അദ്ദേഹം ചോദിക്കുമ്പോ എങ്ങനെയാ കൊടുക്കാതിരിക്കുക? ആ ഞങ്ങള് കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം നിനക്ക് ആ ചെയിൻ പണയം വെക്കാമല്ലോ. വേണമെങ്കിൽ ഞാൻ ശങ്കരനോട് സംസാരിക്കാം. അയ്യോ വേണ്ട ചേച്ചി, ചില കാര്യത്തിൽ ആ മനുഷ്യൻ ഭയങ്കര സ്ട്രിക്റ്റാ. 100 രൂപ തന്നിട്ട് 100 കാര്യങ്ങൾ പറയും. ഇനി ഈ കാര്യവും കൂടി അദ്ദേഹം അറിഞ്ഞാ എന്റെ കാര്യം കഷ്ടത്തിലാവും. ആ ആ ഞാൻ പറയുന്നത് കൊണ്ട് നീയൊന്നും വിചാരിക്കരുത്. ശങ്കരനോടൊന്നും പറയാതെ നിനക്ക് സ്വർണം എടുത്തു തരാൻ പറ്റില്ലേ? 4 ദിവസത്തിനാ ഞാൻ തിരിച്ചു തരാം. അതെങ്ങനെ ചെയ്യും ചേച്ചി? എന്റെ ഭർത്താവ് സ്വർണം ചോദിച്ചില്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനല്ലേന്ന് കരുതി ഞാൻ തന്നെ സ്വർണം ചേച്ചിക്ക് തന്നേനെ. ഞാനെങ്ങാനും ആ മനുഷ്യനറിയാതെ സ്വർണം തന്നെന്നറിഞ്ഞാ എന്നെ ഈ വീട്ടിൽ നിന്ന് അങ്ങേരെ ഇറക്കി വിടും ചേച്ചി. ആ മനുഷ്യന് ദേഷ്യം വന്ന എങ്ങനെയാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അങ്ങനെയാണോ? ചിലപ്പോ കിട്ടിയാലോന്ന് വെച്ച് വന്നതാ. അയ്യോ പോവല്ലേ ചേച്ചി, കാപ്പി കുടിച്ചിട്ട് പോവാം. കാപ്പിയൊന്നും വേണ്ട സാവിത്രി, ഞങ്ങൾ പിന്നെ ഒരിക്കൽ അയ്യോ വരാം. എത്ര ദൂരം നടന്നു വന്നതാ. ഇരിക്കേ ചേച്ചി, കാപ്പി എടുക്കാം. അമ്മയ്ക്ക് കുറച്ചെങ്കിലും ബുദ്ധിമുട്ട്. എന്താ ഇത്? ഒന്നും മിണ്ടാതിരിക്കേ, ഇരിക്കാം. പ്രമിള ചേച്ചി, ഓ ശങ്കരൻ വന്നോ? കുറെ നാളായല്ലോ ചേച്ചി കണ്ടിട്ട്. എന്താ വന്ന? ഏയ് പ്രത്യേകിച്ച് ഒന്നുമില്ല ശങ്കര. തൊട്ടടുത്ത് തന്നെ ഒരു ഓർഡർ എത്തിക്കാനുണ്ടായിരുന്നു. അപ്പോ സാവിത്രിയെ കണ്ടൊന്ന് സംസാരിക്കാന്ന് വിചാരിച്ചു വന്നതാ. അതൊക്കെ പോട്ടെ, നിന്റെ ക്യാൻറ്റീനൊക്കെ എങ്ങനെ പോകുന്നു? അയ്യോ അതിന്റെ കാര്യമൊന്നും പറയണ്ട ചേച്ചി. ഇപ്പൊ ഫാസ്റ്റ് ഫുഡ് കാലമല്ലേ, ബിസിനസ് ഒക്കെ വളരെ കുറവാ. ഓ അതിന്റെ ഇടയിലാണോ നീ പുതിയ ക്യാൻറ്റീന് തുടങ്ങുന്നേ? എന്ത് പുതിയ ക്യാൻറ്റീനോ? ആരാ ചേച്ചി എന്നെ കുറിച്ച് ഇങ്ങനെ കള്ളൊക്കെ പറയുന്നത്? അറിയില്ല. ഉള്ള ക്യാൻറ്റീനിൽ തന്നെ ബിസിനസ് നല്ലപോലെ നടക്കുന്നില്ല. അതിന്റെ ഇടയിൽ ഞാൻ പുതിയ ക്യാൻറ്റീൻ എങ്ങനെ തുടങ്ങും? അതെനിക്ക് നഷ്ടമാവും. നിങ്ങൾ ഇരിക്കും, ഇപ്പൊ ഞാൻ വരാം. എന്താ അമ്മ ഇത്? അമ്മ ഇപ്പൊ എന്തിനാ ഇങ്ങനെ ചെയ്തത്? അമ്മ സ്വർണം ചോദിക്കാനാ വരുന്നേന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അമ്മയുടെ കൂടെ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇപ്പൊ നോക്ക് എത്ര നാണക്കേടായിന്ന്. അവൾ എത്ര നന്നായിട്ടാ സംസാരിച്ചോണ്ടിരുന്നേ. അവളുടെ ആ സംസാരവും ആ ചിരിയെല്ലാം. ഞാൻ അവളോട് സ്വർണം ചോദിച്ചപ്പോ തന്നെ പ്ലേറ്റ് ചേഞ്ച് ചെയ്ത് കളഞ്ഞു. അതെന്താ, നമ്മൾ അവളുടെ സ്വർണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കില്ലേ? അമ്മേ, അമ്മ ഒരുപാട് ഇന്നസെന്റാ. എല്ലാരും നമ്മളെ പോലെ തന്നെയാണെന്ന് കരുതരുത്. ഇനി മേലാൽ ആരോട് സ്വർണം ചോദിക്കരുത്. എന്തായാലും ചിട്ടി പൈസയിലും നമ്മൾ സ്വർണം വാങ്ങുമല്ലോ. നമുക്ക് എന്നാ ആ സ്വർണം ഇട്ടിട്ട് പോയാ പോരായിരുന്നോ? അതിനെയൊക്കെ സ്വർണം എന്ന് പറയാൻ പറ്റുമോ? കണ്ണിന് കാണാൻ പോലും പറ്റില്ല. ഭൂതക്കണ്ണാടി വെക്കണോ അത് കാണാൻ? ഇതെന്താ തമാശയാണോ? അല്ല, നമ്മൾ ശരീരം മുഴുവനും സ്വർണം ഇട്ടുകൊണ്ട് പോയാലേ നമ്മൾ കല്യാണ മണ്ഡപത്തിൽ കയറ്റുള്ളോ? ഇല്ലെങ്കിൽ നമ്മൾ എന്താ പുറത്ത് നിർത്തുവോ? അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കില്ല അമൂല്യ. കല്യാണത്തിന് വരുന്ന ആളുകൾ പെണ്ണിന്റെ മുഖം മാത്രമല്ല നോക്കുന്നത്, കഴുത്തിലും കാതിലും കയ്യിലും ഒക്കെ സ്വർണം ഇട്ടിട്ടുണ്ടോന്ന് നോക്കും. സിദ്ധാർത്ഥന്റെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ആരതിയുടെ കല്യാണം നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാത്ത ദൈവങ്ങളില്ല. പക്ഷെ നിനക്കെല്ലാം തമാശയാ, ഒന്നും മനസ്സിലാവില്ല. ഞങ്ങളുടെ വിഷമം നിനക്ക് എങ്ങനെ മനസ്സിലാവാനാ? അമ്മു, അതാരാ നിനക്കുന്ന ഒത്തിരി തലവേദന തന്നെന്ന് പറഞ്ഞത്? അത് തന്നെ ഇന്ന് വണ്ടി ഇടിച്ച് പ്രശ്നമായി എന്ന് പറഞ്ഞില്ലേ? നീ എന്താ അവനെ വെറുതെ വിട്ടിട്ട് ഇങ്ങ് പോന്നത്? അങ്ങനെ ആരെയും വെറുതെ വിട്ടിട്ട് വരുന്ന ആളല്ലല്ലോ നീ. ഏയ്, അതെന്താ തമാശയാണോ ചേച്ചി? അതെങ്ങനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റും? ഞാൻ അവനോട് വഴക്കുണ്ടാക്കി ആശുപത്രിയിൽ പോയി ബാൻഡേജ് ഇടിച്ച് അവനെ കൊണ്ട് തന്നെ ബില്ലും കൊടുപ്പിച്ചിട്ട് 5000 രൂപയും വാങ്ങി. എന്താ 5000 രൂപയോ? പോയ സാധനങ്ങളെല്ലാം ചേർത്ത് 3000 രൂപയിലേ ആയുള്ളൂ. എനിക്ക് പക്ക ബിസിനസ് മൈൻഡാ. 3000 നമുക്ക് ചെലവായത്, ബാക്കി 2000 ഓർഡർ മിസ്സായി ഇമേജ് പോയതിന്റെ ഫൈൻ. എനിക്ക് അപ്പഴേ തോന്നിയതാ നീ ഇതുപോലെയൊക്കെ എന്തെങ്കിലും ഒപ്പിച്ചിട്ടേ വരുള്ളൂ എന്ന്. പാവം അവന്റെ കാര്യം, നീ കാരണം ഒരുപാട് കഷ്ടപ്പെട്ട് കാണും. അല്ല, ചേച്ചിയുടെ അമ്മയുടെ ലോജിക്ക് ഒന്നാണെന്നാ തോന്നുന്നത്. സ്വന്തം അനിയത്തിയുടെ കാര്യം ആലോചിക്കുന്നത് വിട്ടിട്ട് നിങ്ങൾ അവന്റെ ഭാഗത്താണല്ലോ സിമ്പതി നോക്കുന്നത്. നിങ്ങളോടൊക്കെ ഞാൻ എന്ത് പറയാനാ? അമ്മു ചേച്ചി, ആ ചേട്ടനെ കാണാൻ സുന്ദരനാണോ? നിന്റെ ഒരു കാര്യം, എനിക്കവനെ ഓർക്കുമ്പോ തന്നെ അവന്റെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാ തോന്നുന്നത്. സമാധാനിക്ക്, ഞാൻ ചേച്ചിക്ക് നോക്കാനല്ല പറഞ്ഞ. കാണാൻ കൊള്ളാമെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചു. അഞ്ജു, നീ മിണ്ടാതിരുന്ന് പഠിച്ചേ. അതിഥി, കുഞ്ഞു പിള്ളേരെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനൊന്നും പറയാൻ പാടില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ആര്? ഇവള് കൊച്ചുകുട്ടിയാണെന്നോ?
റിയാക്ഷനും ബിൽഡപ്പും മാത്രമേ ഈ റേഞ്ചിലുള്ളൂ. ഇവൾക്ക് എല്ലാ കാര്യവും അറിയാം ചേച്ചി. ഇവള് നെക്സ്റ്റ് ജനറേഷനാ. നമ്മളെക്കാളും സ്പീഡിലാ പോക്ക്. മതി മതി നിർത്ത്. ചുമ്മാ ഓരോന്നും പറയാതെ. അവള് നല്ലൊരു കുട്ടിയാ. ആണുങ്ങളെ കുറിച്ച് അങ്ങനെയൊന്നും സംസാരിക്കരുത്. അമ്മ കേട്ടോണ്ട് വന്ന് എന്ത് പറയും? ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. സംസാരിച്ചതൊക്കെ മതി, പോയി കിടന്നുറങ്ങ്. അമ്മേ ഒന്ന് നിക്കമ്മേ, എന്താ ഇത്ര അർജന്റ്? നല്ല തണുത്ത കാറ്റ് വീശുന്നു, സന്തോഷത്തോടെ സംസാരിക്കാണ്. വാ അമ്മയും കൂടെ ജോയിൻ ചെയ്. അത് മാത്രം ഇപ്പൊ ബാക്കി. ആരതി, നീ ഒരു നേർച്ച നേർന്നത് ഓർമ്മയുണ്ടല്ലോ അല്ലേ? അമ്മേ, അമ്മ മറന്നാലും ചേച്ചി മറക്കാൻ പോകുന്നില്ല. നേർച്ച നേർന്നത് ചേച്ചിയാണെങ്കിലും നടത്താൻ പോകുന്നത് ഞാനാണല്ലോ. അതുകൊണ്ട് ആ കാര്യം നല്ല ഓർമ്മ കാണും. അത് കാരണം നന്മയുണ്ടാൻ പോകുന്നത് നിനക്ക് തന്നെയല്ലേ? ആരതി, നീ രാവിലെ നേരത്തെ എണീക്കണം. അതുകൊണ്ട് വേഗം പോയി കിടക്ക്. എന്റെ 4 പെൺമക്കളും 40 പേർക്ക് തുല്യമാണ്. ചലവിലാന്ന് സംസാരിച്ചോളൂ. എന്താ പറ്റിയത്? കാല് വേദനിക്കുന്നു ചേച്ചി. അല്ല, ഈ പ്രസാദമൊക്കെ താഴെ വീണു പോയെന്ന് വെച്ച് ഈ നേർച്ചയുടെ ഒക്കെ വല്ല കാര്യമുണ്ടോ ചേച്ചി? ദൈവത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നീ ഒന്ന് ചുമ്മാ ഇരുന്നേ. അല്ല, ഈ ലോജിക് ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അത് തന്നാൽ ഇത് തരാം, ഇത് തന്നാൽ അത് തരാം. എന്തൊക്കെയാ ഇത്? ദൈവത്തിനോട് ഇങ്ങനെ ഡീൽ ചെയ്യുന്നത് തെറ്റല്ലേ? കൈക്കൂലിക്ക് വേണ്ടിയാണോ ദൈവം ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ തമാശയാണോ? നീ നേർച്ച നടത്താതിരിക്കാൻ വേണ്ടി ഓരോന്നും പറയാൻ നോക്കണ്ട. ചില കാര്യങ്ങളൊന്നും നമുക്ക് മനുഷ്യരോട് പറയാൻ കഴിയില്ല. മനുഷ്യർക്ക് ചിലത് തരാനുള്ള ശക്തിയില്ല. പകരം അത് നമ്മൾ ദൈവത്തിനോട് ചോദിച്ചാ അത് നമുക്ക് ദൈവം തരും. അതെ 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 അതെ, എല്ലാം തീർത്തു തരും. നീ അയച്ച എല്ലാ ആപ്ലിക്കേഷനും അവിടെ തന്നെ ഉണ്ടല്ലോ. ഒന്നിനെങ്കിലും നിനക്ക് റിപ്ലൈ തന്നോ? ഇന്നല്ലെങ്കിൽ നാളെ എന്റെ എല്ലാ പ്രാർത്ഥനയ്ക്കും എനിക്ക് ഇവിടുന്ന് ഉത്തരം കിട്ടിയിരിക്കും. ആ വിശ്വാസം എനിക്ക് നല്ലോണം ഉണ്ട്. വിശ്വാസമാണ് ദൈവങ്ങള്. ഈ ഇമോഷണൽ ടോർച്ചറിന് നിനക്ക് ഒരു കുറവുമില്ല. ശരി, ആയിക്കോട്ടെ, നിന്റെ റൂട്ടിൽ തന്നെ ഞാനും വരാം. ഞാനിപ്പോ നിന്റെ ദൈവത്തിനോട് എന്റെ കല്യാണം ഒന്ന് നടത്തിത്താ, എന്റെ പയ്യനെ ഒന്ന് കാണിച്ചതാ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ചെയ്തു തരുമോ? അങ്ങനെ വായി തോന്നുന്ന പോലെ ഓരോന്നും പറയാതെ. അങ്ങനെ ഒന്ന് എസ്കേപ്പ് ആകാൻ നോക്കണ്ട. പറ, എന്താ കാണിച്ചു തരുമോ? ആർക്കറിയാമോ, ചിലപ്പോ നിന്റെ പയ്യൻ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ തന്നെ ഉണ്ടെങ്കിലോ? ചിലപ്പോ ആ ഭഗവാന്റെ നിശ്ചയം അങ്ങനെയാണെങ്കിൽ ആ പയ്യനെ നീ ഇന്ന് തന്നെ കണ്ടാലോ? ഓഹോ, ബിൽഡപ്പ്. ഓക്കെ, എന്നാ കണ്ടു കളയാം. വേണ്ട വേണ്ട, തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി ജനിച്ച ആ ആൺകുട്ടിയെ എനിക്ക് ഇന്ന് തന്നെ കാണണം. അതും ഇപ്പൊ തന്നെ. ഈ പറഞ്ഞത് സത്യമാവുന്നുണ്ടെങ്കിൽ സ്വാമി എന്റെ കയ്യിലൊരു തേങ്ങ തരണം. നിങ്ങൾ എന്തിനാ എന്റെ കയ്യിൽ തേങ്ങ വെച്ചത്? നീയല്ലേ മോളെ പറഞ്ഞത് സ്വാമി എന്റെ കയ്യിൽ തേങ്ങ കൊണ്ട് തരാൻ? ഹലോ, ഞാൻ സ്വാമി തേങ്ങ തരണേന്നാ പറഞ്ഞത്. അത് ആ സ്വാമിയോടാ. എന്റെ പേര് സ്വാമിനാഥൻ എന്നാണ്. നാട്ടുകാരെല്ലാരും എന്നെ വിളിക്കുന്നത് സ്വാമി സ്വാമി എന്നാണ്. നീ സ്വാമി എന്ന് വിളിച്ചു, ഞാൻ തേങ്ങ കൊണ്ട് തന്നു. കണ്ടോ ദൈവം എത്ര പെട്ടെന്നാണ് ഉത്തരം തന്നതെന്ന്. ഇത് ആ സ്വാമി ചെയ്തതല്ല, ഈ സ്വാമി ചെയ്തതാ. ആ സ്വാമിയാ ചെയ്യേണ്ടത്. അതൊന്നും എനിക്കറിയില്ല. നീ നിന്റെ കയ്യിൽ തേങ്ങ വരണമെന്ന് പറഞ്ഞു, അപ്പൊ തന്നെ കിട്ടി അല്ലേ? ആ ദൈവം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിനക്ക് ഉത്തരം തന്നു കഴിഞ്ഞു. അത് പോരെ? വാ. അവിടെ നിൽക്കൂ കുട്ടികളെ, തേങ്ങയുടെ പൈസ തന്നിട്ട് പോന്നേ. ഓ അതെ അല്ലേ? എത്രയായി? 30 രൂപ. ഒരു കാര്യം ചെയ്യും, പൂജയ്ക്കുള്ള സാധനങ്ങൾ കൂടി തന്നോളൂ. അപ്പൊ എത്ര? അത് 60 രൂപ. ആ ശരി, തരാം. നല്ല ബിസിനസ് ആണല്ലോ നിങ്ങളുടേത്. സംഭവം തന്നെ. വല്ലപ്പോഴും അമ്പലത്തിൽ വരുന്ന നിങ്ങളെ കാത്തു രക്ഷിക്കുന്ന ദൈവം എപ്പോഴും ഇവിടെയുള്ള എന്നെ രക്ഷിക്കില്ലേ? ശരി, നടക്ക. ചേട്ടാ വേഗം വാ, പോവാം. എങ്ങോട്ടാ? വേറെ എവിടേക്ക്? അമ്പലത്തിലേക്ക്. എനിക്കിതിലൊന്നും വലിയ വിശ്വാസമില്ല. നീ പോയിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അപ്പൊ പിന്നെ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് പോയിക്കൂടെ? വാ ചേട്ടാ. നിന്റെ ദൈവങ്ങള് ബാക്കിയുള്ളവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന തിരക്കിലായിരിക്കും. ചുമ്മാ ഞാനെന്തിനാ വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നേ? അതുകൊണ്ടാ. അപ്പൊ നല്ലത് ഞാനിവിടെ നിൽക്കുന്നതാ. നീ പോയിട്ട് വാ. അതായത് അകത്തേക്ക് വരില്ല അല്ലേ? ഞാൻ പറഞ്ഞില്ല ആദ്യ, ഞാൻ വരുന്നില്ല. നീ പോയിട്ട് വാ.
ഏയ് ആദ്യ ഞാൻ എവിടേക്ക് വിളിച്ചാലും ഡ്രോപ്പ് ചെയ്തിട്ട് എസ്കേപ്പ് ആവാന്ന് വിചാരിച്ചല്ലേ? ഇനി എവിടെയും പോവാതിരിക്കാനാണ് ഞാൻ ഈ കീ എടുത്തു മാറ്റി. ഞാൻ വേഗം പോയിട്ട് വരാം. ഇവിടെ വെയിറ്റ് ചെയ്യും. ആദ്യ എന്നെ ലോക്കാക്കി കളഞ്ഞല്ലോ അവള്. ഇതെന്താ ചേച്ചി കപ്പലണ്ടിയൊക്കെ കൊണ്ടുവന്നത്? ഓ, ഞാൻ പ്രദക്ഷിണം വെക്കുമ്പോ ഓരോന്ന് തിന്ന് ടൈം പാസിനാണല്ലേ? അങ്ങനെയൊന്നും അല്ല അമ്മു. നിന്റെ പ്രദക്ഷിണം തെറ്റാതിരിക്കാൻ വേണ്ടി എടുത്തതാ. നിന്റെ ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും ഞാൻ ഇതിനകത്തുനിന്ന് ഓരോ കപ്പലണ്ടി എടുത്ത് മാറ്റി വെക്കും. എന്തൊരു കഷ്ട. എന്നെ വെറുതെ വിടാനേ ഉദ്ദേശിക്കുന്നില്ലല്ലേ? പ്ലീസ് ചേച്ചി, നീ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പ്രദക്ഷിണം ചെയ്തേ പറ്റുള്ളൂ. അതൊന്നും മാറ്റി വെക്കുന്ന ഒരു പ്രശ്നമേ ഇവിടെ ഇല്ല. എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ? ഈ 2 ദിവസത്തിൽ ഏതെങ്കിലും പയ്യന്മാരെ നീ കണ്ടിരുന്നോ? എന്താ ചേച്ചി ഇത്? ഞങ്ങളെല്ലാരും നിന്റെ കല്യാണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോ നീ ഇപ്പൊ എന്തിനാ എന്റെ ആംഗിൾ ഇന്ന് ചിന്തിച്ചോണ്ടിരിക്കണേ? എന്താ എന്താ കാര്യം എന്ന് പറ. അങ്ങനെയൊന്നും ഇല്ല എന്റെ അമ്മു. പക്ഷെ ഞാൻ സ്വപ്നം കണ്ടു എന്നുള്ളത് സത്യമാണ്. സ്വപ്നത്തിൽ കണ്ട പയ്യൻ നിന്റെ കൈയെ പിടിക്കുന്നുള്ളത് സത്യമാണ്. 1 തവണയല്ല 3-4 തവണ ഞാൻ അതേ സ്വപ്നം തന്നെ കണ്ടു. നിന്റെ കാര്യം സ്വപ്നം വിശ്വസിച്ചോണ്ടിരിക്കുക. സ്വപ്നം മാത്രമല്ല, ഇന്ന് ദൈവത്തിനോട് പ്രാർത്ഥിച്ചപ്പോ ദൈവം സ്വാമിയുടെ രൂപത്തിൽ വന്ന് തേങ്ങ തന്നു. അതെല്ലാം വെറുതെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം ഓരോ സൂചനകളാണ്. നീ ഒന്ന് ഓർത്തു നോക്കിയേ, ആരെങ്കിലും കണ്ടോന്ന്? അയ്യോ, അവനെ ഞാൻ ഓർത്തു. ഓർമ്മ വന്നോ? ആരെ നീ ഓർത്തെന്ന് പറ. അവനെ നിന്നെ കിട്ടാൻ പോകുന്നേ. ഒന്ന് മിണ്ടാതിരുന്നേ. പോ ചേച്ചി. ഇപ്പൊ ഞാൻ ഓർത്തത് ഇന്നലെ എന്റെ റാണി ഒരുത്തൻ ഇടിച്ചില്ലേ, ആ വൃത്തികെട്ട പണക്കാരനെയാ. അവനെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാ ഇത് വെച്ച് അവന്റെ മുഖം തലേക്ക് ഞാൻ ഇടിച്ച് പരിപ്പാക്കും. നോക്കിക്കോ. ശരി, നിന്നോട് ചോദിച്ചു തന്നെ തെറ്റായിപ്പോയി. നീ പോയിട്ട് പ്രദർശനം വെക്കേ പോ. ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴി ഏതാ? നിങ്ങളുടെ പ്രോബ്ലം എന്താ? നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാൻ എന്നെ മാത്രമേ കണ്ടുള്ളൂ ഇവിടെ. വേറെ എത്രയും പേര് നിൽക്കുന്നില്ലേ? അവരോട് പോയി ചോദിക്കാൻ നോക്ക്. അഡ്രസ് ചോദിച്ചതിന് സാറേ തന്നെ ചൂടാവുന്നത്? വേറെ ആരടുത്തെങ്കിലും ചോദിച്ചോളാം. നീ വാ. ഈ ലോകത്ത് പെണ്ണുങ്ങളെ ഇല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലെങ്കിൽ ഈ പെണ്ണുങ്ങളുള്ളടത്ത് ഞാൻ ജനിക്കണ്ടായിരുന്നു. സ്ത്രീകളില്ലായിരുന്നെങ്കിൽ നീ ജനിക്ക പോലും ഇല്ലായിരുന്നു മോനെ. നിന്നെ ജനിപ്പിച്ച അമ്മ എന്താ സ്ത്രീയല്ലേ?